ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ഈ പാൻഡത്തിന്റെ സൂം മീറ്റിംഗിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനും രാജാവുമായ കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ആദ്യമേ 196 സൂം പ്രയർ മീറ്റിംഗ് ആണ്. കഴിഞ്ഞ 195 മീറ്റിങ്ങും ഏറ്റവും അനുഗ്രഹമായി നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം പ്രസാദിച്ചു. ഇന്നത്തെ മീറ്റിങ്ങും ഏറ്റവും അനുഗ്രഹമായിട്ട് നടക്കുവാനും ഇന്നത്തെ മീറ്റിങ്ങിൽ നെറ്റിന്റെ പ്രോബ്ലംസോ മറ്റു യാതൊരു ഇഷ്യൂസുകളും ഉണ്ടാകാതിരിക്കുവാനും നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കാം. മീറ്റിങ്ങിന്റെ ഓപ്പണിംഗ് പ്രയറിനായിട്ട് സിസ്റ്റർ തങ്കമ്മ സ്വാമിനെ വളരെ സ്നേഹപൂർവ്വവും ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു സുസമ്മ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിങ്ങിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവ സാന്നിധ്യത്തിൽ നമുക്ക് ഇരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയിൽ സമ്പന്നനും വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനുമായി ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ പരമപിതാവാൻ ദൈവമേ, ഞങ്ങൾ ആ മുഖത്തേക്ക് നോക്കുന്നു. അവിടുത്തെ മുഖത്തേക്ക് നോക്കിയവരാരും ലജ്ജിച്ചു പോയിട്ടില്ലല്ലോ കർത്താവേ. ഈ എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു. സകല കഷ്ടങ്ങളിലും വിടുവിക്കും. മാത്രമല്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. സ്തോത്രം. കഴിഞ്ഞ 195 പ്രയർ മീറ്റിങ്ങും അനുഗ്രഹകരമായി തീരുവാനിടയായി. വചനവും പാട്ടും കർത്താവെ പ്രാർത്ഥനയും എല്ലാം അനുഗ്രഹകരമായി തീർന്നു. ഞങ്ങളെ അവിടുന്ന് ഒരുമിച്ച് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. ഇങ്ങനെ ഒരു കുടുംബമായി ഞങ്ങൾക്ക് ഒന്നിച്ച് തിരുസന്നിധിയിൽ ഇരിപ്പാൻ അവിടുന്ന് കൃപമേൽ കൃപ ചൊരിഞ്ഞു തന്നിരിക്കാൻ സ്തോത്രം. കർത്താവെ, ഞങ്ങൾ കേട്ടതുപോലെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവചനം ഞങ്ങൾക്ക് തന്നിട്ടുള്ളതുകൊണ്ട് സ്തോത്രം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതിൽ ആശ്രയിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ കർത്താവാണല്ലോ വചനം. അതോർത്ത് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ കണ്ടുകൊണ്ട് അവിടുത്തെ സാമീപ്യത്തിൽ ഞങ്ങൾ ഇരിക്കട്ടെ കർത്താവേ. ഞങ്ങൾക്ക് അനേക വിഷയങ്ങൾ അവിടുന്ന് പ്രാർത്ഥിപ്പാൻ തന്നിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതെല്ലാം കർത്താവെ ഞങ്ങൾ തിരുസന്നിധിയിൽ ഓർമ്മിപ്പിക്കുമ്പോൾ അവിടുന്ന് അതിന് ഉത്തരമല്ലിത്തരുന്ന ദൈവമാണ്. ഞങ്ങൾക്ക് ഹൃദയഭാരം തരണമേ കർത്താവെ. എല്ലാം ആ ഹൃദയഭാരത്തോടുകൂടെ പ്രാർത്ഥിച്ച് സമർപ്പിക്കാൻ ഞങ്ങൾക്കിടയാക്കണം. എന്നാൽ ഓർത്തതുപോലെ നെറ്റിന്റെ പ്രോബ്ലമോ മറ്റൊന്നും ആർക്കും ഉണ്ടാകില്ലേ കർത്താവെ. ഇവിടെ ലീഡ് ചെയ്യുന്ന സുസ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ ദാസിയെ അവിടുന്ന് എടുത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് സ്തോത്രം. അവിടുത്തേക്ക് വേണ്ടി പ്രയോജനമുള്ളവളായി അവളെ എടുത്ത് ഉപയോഗിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങൾക്കൊരു അനുഗ്രഹ വിഷയമായി പ്രിയപ്പെട്ടവളെ ആക്കിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. എല്ലാം നന്നായി ലീഡ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവിന്റെ കൈക്കീഴ് ആ നടത്തിപ്പിനനുസരിച്ച് ലീഡ് ചെയ്യുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതിനുശേഷം പാട്ടുപാടുന്ന മേരി അബ്രഹാമിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവളെയും അവിടുന്ന് ധാരാളം അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ മധ്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷ വിഷയമായി ആക്കിയിരിക്കാൻ സ്തോത്രം. ഞങ്ങൾക്ക് ഇന്ന് കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട 2 പാട്ട് കേൾക്കുവാൻ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടിവരവുകളിലെല്ലാം ഞങ്ങൾക്ക് ഉണർവ് നൽകുന്നതാണല്ലോ കർത്താവ്. എൻ്റെ മകളെ എടുത്ത് ഉപയോഗിക്കണം. കൊടുത്തിരിക്കുന്ന താലന്തുകൾ, പാട്ടുപാടുവാനുള്ള കഴിവ് കർത്താവിന് വേണ്ടി ഉപയോഗിക്കുവാൻ മടി കൂടാതെ വന്നിരിക്കാൻ സ്തോത്രം. അത് ഞങ്ങൾക്കും അനുഗ്രഹത്തിനും സന്തോഷത്തിനും കാരണമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. മെസ്സേജ് തരുന്ന ശാന്തമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു മിനിറ്റേ ഉള്ളൂ എങ്കിലും അത് വളരെ ആപ്റ്റായിട്ട് ഞങ്ങൾക്ക് ഇന്നത്തെ പ്രയർ മീറ്റിങ്ങിന് ഒരു ഉന്മേഷവും ഉണർവും നൽകുന്ന ഒരു വചനം ഞങ്ങൾക്ക് കേൾക്കുവാനിടയാക്കണം. പരിശുദ്ധാത്മാവാൻ ദൈവമേ, അവിടുന്നാണല്ലോ വചനം കൊടുക്കുന്നതും അവിടുത്തെ ശബ്ദമാണല്ലോ ഞങ്ങൾ കേൾക്കുന്നതും. നിന്റെ മകളെ ബലപ്പെടുത്തണമേ കർത്താവെ. ബലത്തോടും ശക്തിയോടും വചനം ശുശ്രൂഷിപ്പാനിടയാക്കണം. അതിനുശേഷം ഞങ്ങൾക്ക് ബ്രേക്ക് ഔട്ടിൽ റൂമിലേക്ക് പോയി കർത്താവെ പ്രാർത്ഥനാ വിഷയങ്ങൾ അവിടുത്തെ മുൻപിൽ അവതരിപ്പിക്കണം.
അവിടുന്ന് ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ദൈവമാണ്. ഞങ്ങളുടെ ഹൃദയാവസ്ഥയാണ് അവിടുന്ന് നോക്കുന്നത്. ഞങ്ങളുടെ ആവശ്യബോധത്തോടുകൂടെ ഓരോ വിഷയവും കർത്താവിന്റെ സന്നിധിയിൽ വെക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും ഓരോ പ്രോഗ്രാമും പ്രയോജനകരമായി തീരുവാൻ അവിടുന്ന് ഞങ്ങൾ ഒന്നിച്ചാണ് കർത്താവെ ഒരാൾ ചെയ്യുന്നുവെങ്കിലും ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളെ ആദ്യോടന്തം അനുഗ്രഹിക്കണമേ. അതിനുശേഷം മടങ്ങി വന്ന് ക്ലോസിംഗ് പ്രയർ ചെയ്യുന്ന ശിവ ജോണിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകളും പല ബദ്ധപ്പാടുകൾക്കിടയിലും സന്തോഷത്തോടെ ഞങ്ങളുടെ മധ്യയായിരിക്കുന്ന ഓർത്ത് സ്തോത്രം. പലവിധമായ പ്രശ്നങ്ങളുണ്ട്, ശാരീരിക പ്രശ്നങ്ങളുണ്ട്, ഭവനത്തിന്റെ ആവശ്യങ്ങളുണ്ട്, എല്ലാം അവിടുന്ന് അറിയുന്ന ആവശ്യമായ കൃപമേൽ കൃപ കൊടുത്ത് സഹായിക്കണം. ഇവിടെ ഇന്ന് തല ഉണക്കിയിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും അവിടുന്നാണ് അറിയുന്നത്. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം ഞങ്ങൾ ഇന്ന് അവിടുത്തെ സന്നിധിയിൽ പരിശുദ്ധാത്മ നിറവോടുകൂടി ഇരുന്ന് അനുഗ്രഹിക്കപ്പെട്ടവരായി ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് മടങ്ങി പോകുവാൻ ഞങ്ങൾക്കിടയാക്കണം. അവിടുന്ന് സകലം അറിയുന്ന ദൈവം അടിയന്റെ കുറവുകളൊന്നും പ്രാർത്ഥനയ്ക്ക് ഉത്തരവരുവാൻ തടസ്സമായി തീരല്ലേ കർത്താവ്. എല്ലാ പ്രോഗ്രാമും അനുഗ്രഹകരമായി തീരുവാനിടയാക്കണം. അടിയനും അവിടുന്ന് ഇങ്ങനെ ഒരു സന്ദർഭം ഒരുക്കി തന്നുകൊണ്ട് സ്തോത്രം. സകല സ്തുതിയും അവിടുത്തെ സന്നിധിയിൽ വെക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. ആമേൻ. ആമേൻ. താങ്ക് യു തങ്കമ്മ. നമ്മുടെ ഏത് മീറ്റിങ്ങിലും പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താറുണ്ട്. അതിനായിട്ട് ഇന്ന് 2 പാട്ടുകൾ പാടുന്നതിന് വേണ്ടി സിസ്റ്റർ മേരി എബ്രഹാമിനെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ കൃപയാൽ എനിക്ക് നൽകിയ 2 പാട്ടുകളാണ് ഞാൻ പാടുന്നത്. ഇത് ഇവിടെ പാടുവാനായിട്ട് അവസരം ഒരുക്കി തന്ന സഹോദരിമാർക്കും ഞാൻ നന്ദി പറയുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ഈ മരുഭൂയാത്രയിൽ സഖിത്വം നൽകും കത്തൻ എൻ വലം കൈ പിടിച്ചു കൂടെയുണ്ടന്ത്യം വരെ. എൻ വലം കൈ പിടിച്ചു കൂടെയുണ്ടന്ത്യം വരെ. യേശുവിനെ സഖിയാം ഏകാന്തം വേളയിലും, യേശുവിനെ സഖിയാം ഏകാന്തം വേളയിലും, ഭാരങ്ങളെ ചുമന്ന് നാടോറും നടത്തുന്നവൻ, എൻ ഭാരങ്ങളെ ചുമന്ന് നാടോറും നടത്തുന്നവൻ. കഴുകന്തൻ കുഞ്ഞുങ്ങളെ ചിറകിന്മേൽ വഹിക്കും പോലെ തൻ ഭുജത്ത് വഹിച്ചു അനുദിനം നടത്തുന്നാഥൻ. കഴുകന്തൻ കുഞ്ഞുങ്ങളെ ചിറകിന്മേൽ വഹിക്കും പോലെ തൻ ഭുജത്ത് വഹിച്ചു അനുദിനം നടത്തുന്നാഥൻ. യേശു വേളയിലും ഭാരങ്ങളെ ചുമന്ന് നാടോറും നടത്തുന്നവൻ, എൻ ഭാരങ്ങളെ ചുമന്ന് നാടോറും നടത്തുന്നവൻ. കണ്ണിൻ മണി പോലെന്നെ സൂക്ഷിച്ചു കാക്കും കത്തൻ, മാറ്റമില്ലാത്തവനാം എന്നെന്നും മതിയായവൻ. കണ്ണിൻ മണി പോലെന്നെ
സൂക്ഷിച്ചു കാക്കും കർത്തൻ, മാറ്റമില്ലാത്തവനാ എന്നെന്നും മറിയായവൻ. യേശു സഖിയ വേളയിലും ഭാരങ്ങളെ ചുമന്ന് നാടോറും നടത്തുന്നവൻ, എൻ ഭാരങ്ങളെ ചുമന്ന് നാടോറും നടത്തുന്നവൻ. അമ്മയെ പോലെ എന്നിൽ സ്വാന്തനമായും നാഥൻ, ലേശവും ശങ്ക വേണ്ട കൂടെയുണ്ടന്ത്യം വരെ. സ്വാന്തനമരുളും നാഥൻ, ലേശവും ശങ്ക വേണ്ട കൂടെയുണ്ടന്ത്യം വരെ. യേശു സഖിയ വേളയിലും ഭാരങ്ങളെ ചുമന്ന് നാടോറും നടത്തുന്നവൻ, ഭാരങ്ങളെ ചുമന്ന് നാടോറും നടത്തുന്നവൻ. അടുത്ത പാട്ട് ഉടനെ പാടണം, തന്നെ പാടാനാ? അതെ 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 അതെ. കർത്താവേ നിൻ സന്നിധി വന്നിതാ കെഞ്ചിടുന്നു, കേട്ടു തരമരുള എന്നെ പ്രസാദിക്കുകേ. കർത്താവേ നിൻ സന്നിധി വന്നിതാ കെഞ്ചിടുന്നു, കേട്ടു തരമരുള എന്നെ പ്രസാദിക്കുകേ. പോലെ നിത്യം നടത്തിയിടണേ, നാമം കീർത്തിക്കുവാൻ ശക്തി പകർന്നിടുകേ. പോലെ നിത്യം നടത്തിയിടണേ, നാമം കീർത്തിക്കുവാൻ ശക്തി പകർന്നിടുകേ. എനിക്ക് ക്രൂശിൽ തൂങ്ങി എൻ പാപം പോക്കുവാനായി കണ്ണീണം ചിന്തി എന്നിൽ നിത്യജീവൻ പകർന്നു. സ്തോത്രം സ്തുതി മഹത്വം അങ്ങേയ്ക്കായി അർപ്പിക്കുന്നു, വീണ്ടും വരവിനായി കാത്തുപാത്തിടുന്നു ഞാൻ. സ്തോത്രം സ്തുതി മഹത്വം അങ്ങേയ്ക്കായി അർപ്പിക്കുന്നു, വീണ്ടും വരവിനായി കാത്തുപാത്തിടുന്നു ഞാൻ. കർത്താവേ നിൻ സന്നിധി വന്നിതാ കെഞ്ചിടുന്നു, കേട്ടു തരമരുളാൻ എന്നിൽ പ്രസാദിക്കുകേ. ഇനി അടുത്തത് നമ്മുടെ മീറ്റിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ വചന ശുശ്രൂഷയാണ്. വചന ശുശ്രൂഷ ആത്മനിറവിലും കർത്താവിന്റെ സന്നിധിയിലാണെന്നുള്ള ആ വിശ്വാസത്തോടു കൂടി ചെയ്യുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട ശാന്തമ്മ സിസ്റ്ററിനെ സ്നേഹപൂർവ്വം അതോടൊപ്പം സന്തോഷത്തോടെയും ഇവിടെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആൽബമിത്രം പാൻഡസ് ഫോർ ദ ലിവിംഗ് വേർഡിന്റെ ഒരു ഭാഗമായി തീരുവാൻ ദൈവം എന്നെ സഹായിച്ചതോ ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇത് 196 മീറ്റിംഗ് ആണല്ലോ.
ഈ കഴിഞ്ഞ 195 മെസ്സേജ് നമ്മൾ കേട്ടു. ഈ സമയങ്ങളിലെല്ലാം ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ഉണ്ടായിരുന്നു. നമുക്ക് ധാരാളം വചനം ലഭിച്ചു. ഇനി അതിനേക്കാളും അധികമായിട്ടൊന്നും എനിക്ക് പറയുവാനില്ല. എന്നാൽ എനിക്ക് തരുന്ന ഒരു വാക്യം എടുത്ത് അതിനോട് ചേർന്ന് ചില സത്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അതിന് മുമ്പായിട്ട് കഴിഞ്ഞ ഒരാഴ്ചത്തെ എൻ്റെ ഒരു സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് കഴിഞ്ഞ ഞായറാഴ്ച പെട്ടെന്ന് എൻ്റെ പ്രഷർ വളരെയധികം വർദ്ധിച്ചു. പ്രഷർ വളരെ ക്രമാതീതമായിട്ട് അങ്ങ് വർദ്ധിച്ചു. അപ്പം എന്താ, മക്കൾക്ക് രണ്ടുപേരും എല്ലാവരും മെഡിക്കൽ ലൈനൊക്കെ ആയതുകൊണ്ട് അവർക്ക് ഒത്തിരി അങ്ങ് വറീഡായി. പെട്ടെന്ന് ഞായറാഴ്ച രാവിലെ തന്നെ എന്നെ ആശുപത്രി കൊണ്ടുപോയിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്തു. ഞായറും തിങ്കളും ചൊവ്വായും അവിടെ തന്നെയായിരുന്നു, ഹോസ്പിറ്റലായിരുന്നു. എന്നാൽ അവർ നോക്കാവുന്ന സകല ടെസ്റ്റ് നോക്കി. എല്ലാ ടെസ്റ്റിലും ഒരു കുഴപ്പമില്ല. അതേസമയം എൻ്റെ പ്രഷർ അങ്ങ് വളരെയധികം ഷൂട്ടപ്പ് ചെയ്യുകയാണ്. എനിക്ക് യാതൊരു പ്രയാസവും. എൻ്റെ ശരീരത്തിൽ ഒരു വേദനയോ, ഒരു കാലുവേദനയോ, കൈവേദനയോ, നെഞ്ചുവേദനയോ അല്ലെങ്കിൽ ഒരു വയറ്റ് വേദനയോ ഒന്നുമില്ല. കംപ്ലീറ്റ് ആയിട്ട് ക്വയറ്റ് ആയിട്ടിരിക്കുക. അപ്പൊ അവർക്ക് തന്നെ ഒരു അത്ഭുതമായിരുന്നു. പക്ഷേങ്കിൽ എന്നിട്ട് എല്ലാ ടെസ്റ്റും ചെയ്തു, പോസിബിൾ ടെസ്റ്റുകളെല്ലാം നടത്തി, സ്കാൻ ചെയ്തു, സകല ടെസ്റ്റ് നടത്തിയിട്ട് എല്ലാം നോർമൽ. പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ഒരു വാക്യം എൻ്റെ ഹൃദയത്തിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അവിടെ ഹോസ്പിറ്റലിൽ ബെഡിൽ കിടക്കുമ്പോൾ മുതൽ ഇങ്ങനെ ഒരു വാക്യം പോയിക്കൊണ്ടിരുന്നു. അത് എന്ത് വാക്യാന്ന് അറിയാമോ? എൻ്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ് നിന്റെ ശരീരം എന്നുള്ളത്. ആ ഒരു വാക്യം ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ട്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വലിയൊരു ആപത്ത് വരാമായിരുന്നു, എന്തേലുമൊക്കെ ഓർഗൻസ് നഷ്ടപ്പെടാമായിരുന്നു, പാരലൈസ് ചെയ്യാമായിരുന്നു, കിഡ്നി പോകാമായിരുന്നു, കണ്ണ് പോകാമായിരുന്നു. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. എനിക്കാണെ ഉയരത്തിൽ നിന്നുള്ള സമാധാനം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിലവിളയും ക്രിസ്തുയേശുവിൽ കാത്തു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഇതിനകത്ത് ഒരു പുകഴ്ചയില്ല, ഒന്നുമില്ല. ഞാനും എല്ലാവരോടും പറയും, എനിക്കൊരു സെക്കൻഡ് ലൈഫ് കിട്ടിയിരുന്നു. അതുപോലെ ഒരു വ്യത്യാസമാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് സംഭവിച്ചത്. അത്രയ്ക്ക് വളരെ ഹൈ ആയിട്ടാണ് അത് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെങ്കിൽ ഞാൻ എല്ലാവരോടും പറയും, ഐ ഗോട്ട് എ സെക്കൻഡ് ലൈഫ്. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിന് എന്നെ കുറിച്ചൊരു ഉദ്ദേശം ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെ ഒരു ലൈഫ് തന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. ദൈവത്തിന്റെ സമാധാനം കൊണ്ട് എൻ്റെ ഹൃദയങ്ങളെ നിലവിളി ക്രിസ്തുയേശുവിൽ ധാരാളമായിട്ട് കാത്തുകൊണ്ടിരിക്കുക. ഒരു ടെൻഷനും ഇല്ല. ഇവിടെ ഞാൻ തന്നെ ഉള്ളൂ. മിക്കവാറും മോള് ആഴ്ച 2-3 ദിവസമേ വരുള്ളൂ. ഈ ആഴ്ചയിൽ വരും, അല്ലെങ്കിൽ വരികയില്ല. അത്ഭുത അതിശയമായിട്ട് ദൈവം ഓരോ ദിവസം നടത്തിയാണ്. ഇപ്പൊ ഏതായാലും ഞങ്ങൾക്ക് നല്ലൊരു ടെനൻസിനെ കിട്ടിയിട്ടുണ്ട്. അവര് നല്ലൊരു ഫാമിലിയാണ്. അവര് ശബ്ദം ഉണ്ടാക്കുകയും ബഹളം ഉണ്ടാക്കുകയും, കൊച്ചു പിള്ളേരുണ്ട്, അതുകൊണ്ട് എനക്കൊക്കെ ഉണ്ട്, വളരെ ഹെൽപ്ഫുള്ളുമാണ്. അങ്ങനെ ദൈവം നടത്തുന്ന വിധങ്ങളെ ഓർക്കുമ്പോൾ നന്ദി അല്ലാതെ ഒന്നുമില്ല. എന്നെ കുറിച്ച് ദൈവത്തിന് എന്താണ് ഉദ്ദേശം എന്ന് അറിഞ്ഞുകൂടാ. എനിവേ, ഞാൻ ദൈവസന്നിധിയിലിരിക്കുന്നു. എന്നോട് ചീവാമ്മ ഇന്നലെ പറഞ്ഞു, പിന്നെ മെസ്സേജ് എടുക്കണമെന്ന് എന്നോട് പറഞ്ഞത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് MC ചെയ്യണമെന്നാണ്. അപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാനാണല്ലോ MC ചെയ്തതെന്ന് ഓർക്കുകയും ചെയ്തു. പക്ഷെ ഇന്ന് ഒരു 2:30 മണിയായപ്പോഴാണ് പറയുന്നത് MC അല്ല, മെസ്സേജ് എടുക്കണം. പിന്നെ ഇരുന്ന് അന്നേരം ഇവിടെ വീട് നിറച്ച് വിരുന്നുകാരും ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഇന്നത്തെ പ്രാർത്ഥനാ യോഗം ഞങ്ങളുടെ വീട്ടിൽ വെച്ചാണ്. അപ്പൊ അവരെ അയക്കാനുള്ള ബന്ധപ്പാട്. ഏതായാലും കൊള്ളാം. അത് കഴിഞ്ഞിട്ട് ഇരുന്നു കിട്ടിയ വചനമാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. ഏതായാലും ദൈവാത്മാവ് തന്ന വാക്യം തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ആ വാക്യത്തെ അനുസരിച്ച് ചില വാക്കുകൾ പറയാം. ഒത്തിരി പറയാനൊന്നുമില്ല, എലാബറേറ്റ് ആയിട്ട് പറയാനൊന്നും ഇല്ല. പക്ഷെ ഉള്ളത് ഞാൻ പറയാം. ദൈവനാമം ഓർത്തപ്പെട്ടു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് 68-ാം സങ്കീർത്തനം 19-20 വായിക്കാം. ആരെങ്കിലും ഒന്ന് വായിച്ചാൽ നല്ലതായിരിക്കും. 68-ന്റെ 19-20. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ.
മതി. ഇവിടെ നമ്മൾ കാണുന്നത്, ആദ്യം കാണുന്നത്, നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പൊ നമ്മുടെ ഭാരങ്ങളെ ചുമക്കാനായിട്ടൊരു കർത്താവുണ്ട്. പിന്നെ നാം എന്തിനു ഭാരപ്പെടണം? എബ്രായലേഖനം 12:1-2 വായിക്കുന്നത്, നിങ്ങളുടെ സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കി ഓടുക എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. പിന്നെ നാം അധികം ഭാരപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അത് നമ്മുടെ രക്ഷയാകുന്ന ആ ദൈവം നമ്മുടെ രക്ഷയാകും, നമുക്ക് രക്ഷയാകും. ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടുത്തത്, ദൈവം നമ്മുടെ ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. ദൈവം നമ്മുടെ ഉദ്ധാരണങ്ങൾ, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളതാണ്. അപ്പൊ ഈ വാക്യം ഞാൻ എടുക്കണമെന്നോ ഇത് തന്നെ എടുക്കണമെന്നൊന്നും ഞാൻ ഒട്ടും വിചാരിച്ചില്ല. പക്ഷെ ഈ വാക്യം കൊണ്ട് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത് ഇത് എൻ്റെ ലൈഫുമായിട്ട് ചേർന്ന് പോകുന്നതാണല്ലോ. മരണത്തിനുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളതാകുന്നു. അത് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലെ ഓരോ അനുഭവത്തിൽ കൂടെ നമ്മളെ കടത്തിവിടുമ്പോൾ ആ കർത്താവിന്റെ വില, കർത്താവിന്റെ സ്നേഹം, കർത്താവിന്റെ മഹത്വം, യഹോവ നല്ലവണ്ണം രുചിച്ചറിയാനായിട്ട് നമുക്ക് വളരെയധികം സാധിക്കുന്നുണ്ട്. ഇവിടെ അതാ പറഞ്ഞിരിക്കുന്നത്, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളതാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഒരു മരണത്തിന്റെ നിഴൽ താഴ്വരയിൽ തന്നെയായിരുന്നു. എന്തോ സംഭവിക്കേണ്ടതെന്നൊന്നും ആർക്കും അറിഞ്ഞു. ഡോക്ടേഴ്സ് തന്നെ അത്ഭുതപ്പെട്ടു പോയി. എന്തോ ഒരു സിംറ്റവും ഇല്ല, പക്ഷെങ്കിൽ വളരെയധികം പ്രഷർ അങ്ങ് ഷൂട്ടപ്പ് ചെയ്യുകയാണ്. ഏതായാലും ദൈവം അതിൽ നിന്ന് മരണത്തിൽ നിന്നും നീക്കുപോക്കൾ യഹോവയ്ക്ക്, കർത്താവായ യഹോവയ്ക്കുള്ളതാകും. നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ആശ്രയിപ്പാൻ ഒരാൾ വേണം. ആശ്രയം ആരും ഇല്ലെങ്കിൽ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല. അത് ആരിലാണെന്നാണ് വളരെ പ്രധാനം. നമ്മുടെ രക്ഷ ദൈവമാണ്. നമ്മൾക്ക് രക്ഷ ലഭിച്ചത് കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന്. കൃപയാലല്ല നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. പിന്നെ നമ്മുടെ മരണത്തിന് നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളതാണ്. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നവൻ, നമ്മുടെ രക്ഷയാകുന്ന ഒരു വിശ്വാസിയുടെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പാണ് രക്ഷ. ഒരുവൻ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ അവന് രക്ഷ ലഭിക്കുകയുള്ളൂ. ആ വിശ്വാസമാണ് ആദ്യത്തെ. പക്ഷെ ആ വിശ്വാസം പോലും നമ്മുടേതല്ല, അത് ദൈവത്തിൻ്റെതാണ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. എഫേസ്യർ 2:8 ഒക്കെ നമ്മളത് വായിക്കുന്നുണ്ട്. യോന എന്താ പറഞ്ഞത്? യോന മീനിന്റെ വയറ്റിൽ 3 രാവും 3 പകലും കിടന്നു. പക്ഷെ അന്നേരം ഒന്നും ഒരനക്കം ഉണ്ടായില്ല. പക്ഷെ ഏത് സമയത്ത് യോന പറഞ്ഞോ രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു, അല്ലെ ദൈവത്തിന്റെ പക്കൽ നിന്ന് രക്ഷ വരുന്നു എന്ന് പറഞ്ഞ ആ നിമിഷം തന്നെ യോനയെ കൊണ്ടുപോയി കടൽക്കരയെ ശബ്ദിച്ചായിട്ട് നമ്മൾ കാണുന്നുണ്ട്. രക്ഷ യഹോവയിൽ നിന്ന് വരുന്നു എന്നുള്ള സത്യം നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളണം. എഫേസ്യർ 2:8 പറയുന്നത് എന്തുവാ? അവൻ 2:8 പറയുന്ന കൃപയാലല്ല വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടു, അതിന് നമ്മൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന് പോലും നമുക്ക് യാതൊരു ഒരു ക്രെഡിറ്റും ഇല്ല. എൻ്റെ വിശ്വാസമാണ്, ഞാൻ വിശ്വസിച്ചുകൊണ്ട് രക്ഷിക്കപ്പെട്ടു എന്ന് പറയാനായിട്ട് ഒരു ക്രെഡിറ്റും ഇല്ല. അത് തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? യോഹന്നാൻ 15:16 വായിക്കുന്നത്, പിന്നെ ദൈവം നമ്മെ തെരഞ്ഞെടുത്താണ്. 15:16 വായിക്കുന്നത്, ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. നാം എന്തിനാ തെരഞ്ഞെടുത്തത്? നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തില്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, ഫലം നിലനിൽക്കേണ്ടതിനുമായിട്ട് ആക്കി വെച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ ദൈവം തെരഞ്ഞെടുത്തത് ഫലം കായ്ക്കാനാണ്. നമുക്കുള്ള ഫലം എങ്ങനെ ഇരിക്കുന്നു നമ്മൾ ഓരോരുത്തരും ചോദ്യം ചെയ്യണം. നമുക്ക് ഫലം പുറപ്പെടുവിക്കുന്നവരാകാനാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്. മോശയെ ദൈവം തെരഞ്ഞെടുത്തപ്പോൾ പറഞ്ഞു, ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നതാണ്. അതുപോലെ അബ്രഹാമിന്റെ കാര്യവും ദൈവം പറഞ്ഞു. അതുപോലെ തന്നെ പൗലോസിന്റെ കാര്യവും ദൈവം പറഞ്ഞു, ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു, നീ പോക എന്ന് അവനോട് പറയുന്നു. നമ്മൾ വായിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ കാണുന്നത്, പിന്നെ അടുത്തൊരു ഒരു പോയിന്റ്, അവനെ അന്വേഷിക്കുക. നമ്മുടെ ദൈവം എപ്പോഴും നമ്മളെ രക്ഷിക്കാൻ തയ്യാറാണ്, നമ്മളെ എപ്പോഴും കാത്തുകൊള്ളാൻ തയ്യാറാണ്. ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്, നമ്മുടെ രക്ഷയാകുന്നു. പക്ഷെ നമുക്കൊരു ചുമതലയുണ്ട്, നാം അവനെ അന്വേഷിക്കണം. അന്വേഷിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം. സങ്കീർത്തനം 27:8 നാം ഇങ്ങനെ വായിക്കുന്നു, എന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്കിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. നോക്കിക്കേ, അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിക്കേ. എന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന്
നിങ്കിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഹൃദയം പറയുന്നു. അപ്പൊ നമ്മുടെ ഹൃദയത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവം. എന്റെ മുഖം അന്വേഷിക്കുക, നിങ്ങളുടെ മിടുക്കല്ല, നിങ്ങളുടെ കഴിവല്ല, ഞാനാണ് എല്ലാം ശരിയാക്കുന്നത്. എന്റെ മുഖം അങ്ങ് അന്വേഷിച്ചാൽ മതി, യഹോവയെ കാത്തിരുന്നാൽ മതി, അവൻ തക്ക സമയത്ത് എല്ലാം ശരിയാക്കുമെന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അവനെ അന്വേഷിക്കുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടായിരിക്കണം. അടുത്തതായിട്ട് 27:13, ഞാൻ ജീവനുള്ള ദേശം, സങ്കീർത്തനം 27:13, ഞാൻ ജീവനുള്ള ദേശത്തെ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. അപ്പൊ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ സാധിപ്പിക്കാൻ സാധിക്കുകയില്ല. വിശ്വാസം കൂടാതെ ദൈവത്തിനെ സന്തോഷമായിട്ടിരിക്കാൻ സാധിക്കും. അബ്രഹാം വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അബ്രഹാം ഒന്നും കാണാതെയാണ് വിശ്വസിച്ചത്. അബ്രഹാമിനോട് പറഞ്ഞു, നീ നിന്റെ ഏകജായനെ പുത്രനെ കൊണ്ട് യാഗമർപ്പിക്കാൻ പറഞ്ഞു. ഉടനെ അങ്ങ് വിശ്വസിച്ചു. അതിനകത്ത് പിന്നെ രണ്ടാമതൊരു ചോദ്യമേ അവിടെ ഉണ്ടായില്ല. ഉടനെ വിശ്വസിച്ച് അവൻ ചെയ്തു. പക്ഷെ മരിച്ചിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതുപോലെ അവനെ തിരികെ ലഭിക്കുകയും ചെയ്തതായിട്ട് നാം കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ആരെയാണ് വിശ്വസിക്കുന്നതെന്ന് നാം അറിയണം. അവൻ എൻ്റെ കൊന്നിട്ട് ആ ദിവസം വരെ കാപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്ന ഒരു അനുഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. നമ്മൾ വിശ്വസിക്കുന്ന ആരെയാണ്? നമ്മൾ സാധാരണക്കാരെയാണ് വിശ്വസിക്കുന്നത്? നാം ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ആരാണ്? അവൻ നമ്മളെ എങ്ങനെ നടത്തുന്നു, എങ്ങനെ വഴി നടത്തുന്നു, ഓരോ ദിവസവും അവന്റെ കൃപ നമ്മൾ എന്തുമാത്രം അനുഭവിക്കുന്നു, ഇതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ രുചിച്ചറിയേണ്ട അനുഭവങ്ങളാണ്. വിശ്വാസം, അതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ദൈവത്തിന്റെ മഹത്വം നമ്മൾ ഓരോ ദിവസവും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് മുമ്പേ ദൈവം അറിയുന്നു. അതായത് നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് മുമ്പേ ദൈവം അറിയുന്നു. വേറൊരു വാക്യമുണ്ട്, മത്തായി 18:3, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പൊ നമ്മുടെ ആശ്രയം എങ്ങനെയാണ്? നമ്മൾ ആരെയാണ് ആശ്രയിക്കുന്നത്? നമ്മുടെ കഴിവാണോ, നമ്മുടെ മിടുക്കാണോ? ഒന്നുമല്ല. ദൈവം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. ഒരു ഇന്നസെന്റ് ബിലീഫ് നമുക്ക് ദൈവത്തോട് ഉണ്ടായിരിക്കണം. നമ്മുടെ ഒരു കഴിവ് കൊണ്ട് നമുക്കൊന്നും നേടാൻ സാധിക്കുകയില്ലായിരുന്നു. ദൈവമാണ് നമ്മളെ നടത്തുന്നുള്ള ഉത്തമമായ വിശ്വാസത്തോടു കൂടിയാണ് നാം ജീവിക്കാൻ. ദൈവം സകലവും നടത്തും. എൻ്റെ കഴിവോ മിടുക്കോ ഒന്നുമല്ല എന്ന് നാം അറിയണം. പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അറിയുന്നതിന് മുമ്പേ ദൈവം അറിയുന്നുണ്ട്. പിന്നെ നമ്മൾ അങ്ങ് ഡിപ്പെൻഡ് ചെയ്താൽ മതി കർത്താവിനെ. കൊച്ചു കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് നമ്മളങ്ങ് ഡിപ്പെൻഡ് ചെയ്താൽ മതി. അവൻ തക്ക സമയത്ത് എല്ലാം ചെയ്തു തരും. പിന്നെ ഒരു കാര്യം എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ വരുന്നൊരു കാര്യം, നമ്മൾ മക്കളാണ്, അവകാശികളാണ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അത് എന്തുമാത്രം നമ്മൾ പ്രാക്ടിക്കലായിട്ടത് മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ മക്കളാണ്. ഒരു മക്കൾക്ക് ഒരു ഭവനത്തിൽ എന്തുമാത്രം പ്രിവിലേജസ് ഉണ്ട്, അവനെന്തുമാത്രം അവകാശമുണ്ട്, അവനെന്തുമാത്രം കാര്യങ്ങളുണ്ട്. ഒരു മക്കൾക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഇത്രമാത്രം കഷ്ടപ്പെടുന്നെങ്കിൽ സ്വർഗസ്നായ പിതാവ് നമുക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടും. ആ ഒരു സത്യം നമ്മൾ ഉൾക്കൊള്ളണം. അതായത് നമുക്ക് വേണ്ടി കരുതുന്ന ഒരു പിതാവ്, നമ്മളെ കരുതുന്ന ഒരു ദൈവം, സ്വർഗത്തിൽ വസിക്കുന്ന ഒരു ദൈവം, നമ്മളെ നടത്തുന്ന ഒരു കർത്താവ് എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ആ വിശ്വാസം. അതെ, കുഞ്ഞെങ്ങനെയാ മാതാപിതാക്കന്മാരെ ആശ്രയിക്കുന്നു. ഒരു കൊച്ചു കുഞ്ഞിന്, ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ കൊച്ചു പിള്ളേരുണ്ട്. ആ പിള്ളേര് എപ്പോഴും ആ മാതാവിനെ ആശ്രയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ഇളയ കുഞ്ഞ്, അവളെപ്പോഴും അമ്മയെ കാണണം, അമ്മയെന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ ഒരു അനുഭവം നമുക്കും കർത്താവിനോട് കൂടെ ഉണ്ടായിരിക്കണം. നമ്മുടെ എടുക്ക കഴിവൊന്നുമില്ല, എനിക്കെല്ലാം അറിയാം, ഞാൻ ഒത്തിരി പഠിച്ചതാ, എനിക്കത് അറിയാം, ഇതറിയാന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി പരിമേൽക്കും. അപ്പൊ കർത്താവ് ആ സമയത്ത് നമുക്ക് ഓരോ പ്രവോൾ തരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അവന് പൂർണ്ണമായിട്ട് ആശ്രയിക്കുക. കാരണം അവൻ നമ്മുടെ ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. ഒന്നാമത്തെ വാക്യതാണത്, അവൻ ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. അവനിൽ മാത്രം ആശ്രയിക്കുക. പലവിധമായ പ്രശ്നങ്ങൾ കൂടെ കടന്നു പോയ ദാവീദിന്റെ ജീവിതം നമ്മൾ പഠിക്കുന്ന വളരെ അനുഗ്രഹമാണ്. ദാവീദ് എങ്ങനെയാ ജീവിച്ചത്? ദാവീദ് വർഷങ്ങളോളം മരുഭൂമിയിൽ ജീവിച്ചു. 13 വർഷം, ഏകദേശം 13 വർഷക്കാലം മരുഭൂമിയിലെ ശൗലിനെ പേടിച്ച് ഓടി നടന്നു 13 വർഷക്കാലം. പക്ഷേ അന്നേരം എന്ത് ചെയ്തു? ദാവീദ് ഒരു പാപവും ചെയ്തില്ല. ആ സമയത്ത് ദാവീദ് ശൗലിന്റെ കയ്യിൽ നിന്ന് ഓടി മാറുകയായിരുന്നു. ശൗലിനെ കൊല്ലാൻ കൈ കിട്ടിയപ്പോൾ പോലും ദാവീദ് അത് ഉപയോഗിച്ചില്ല. പറഞ്ഞു, ഞാൻ അഭിഷേകത്തിന്റെ മേൽ കൈവെക്കുകയില്ല എന്ന്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ തളർന്നു പോകാനല്ല, ആ ദാവീദിനെ പോലെ ഓടി. പക്ഷെങ്കിൽ ആ സമയങ്ങളിലാണ് നമുക്ക് മനോഹരമായ സങ്കീർത്തനങ്ങളും
മനോഹരമായ പ്രാർത്ഥനകളും മനോഹരമായ പാട്ടുകളും സംഗീതങ്ങളും ഒക്കെ ലഭിച്ചിരിക്കുന്നത്. ആ ഒരു 13 വർഷക്കാലത്തെ സമയമാണ് ഏറ്റവും കൂടുതൽ ദാവീദ് സംഗീതങ്ങൾ എഴുതിയതും പിന്നെ സങ്കീർത്തനങ്ങൾ എഴുതിയതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദാവീദിന്റെ ഒരു അതാണ് ദാവീദിനെ കുറിച്ച്. നമുക്ക് ധാരാളം നമുക്ക് മാതൃക കിട്ടാനായിട്ട് ബൈബിളിനകത്ത് 655 പ്രാർത്ഥന ഉണ്ടെന്നാ പറയുന്നത്. നമ്മൾ പ്രാർത്ഥനയെ കുറിച്ചാണല്ലോ പഠിക്കുന്നത്. 650 പ്രാർത്ഥന ഉണ്ടെന്നാ പറയുന്നത്. അവ എത്രയോ പ്രാർത്ഥനാ വീരന്മാരാണ് നമ്മൾക്ക് ബൈബിളിൽ തന്നെ കിട്ടുന്നത്. അതൊക്കെ വായിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതം അതുപോലെ ആയിത്തീരാൻ ദൈവം അവർക്ക് എല്ലാവർക്കും കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ ഗോഡ്, ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു അവർക്കൊക്കെ ഉണ്ടായിരുന്നത്. അവര് തന്നെ ഒരു മിടുക്കോ കഴിവോ കൊണ്ടൊന്നുമല്ല, ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു അനുഭവമായിരുന്നു. പിന്നെ അതുകൊണ്ടാണ് ദാവീദിന് ദൈവം പറഞ്ഞു എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന്. ദൈവം പറഞ്ഞു എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന്. അതുകൊണ്ട് നമുക്ക് മനോഹരമായ സങ്കീർത്തനങ്ങൾ ലഭിച്ചു. നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു കർത്താവ്, നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് സ്തോത്രത്തോട് അറിയിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ സകലതും അറിയുന്ന ദൈവമാണ് നമ്മുടെ ഇത് ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമുക്ക് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുക. പിന്നെ ദൈവം സകലവും നിയന്ത്രിക്കുന്നു എന്നറിഞ്ഞ് വിശ്വസിക്കുക. പിന്നെ അടുത്തത് ദൈവം വിടിവിക്കുമെന്നറിഞ്ഞ് ആരാധിക്കുക, മഹത്വപ്പെടുത്തുക, പാട്ടോടെ അവനെ സ്തുതിക്കുക. ഇതായിരിക്കണം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മൾ അതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആക്ട്സ് എന്ന് പറയുമ്പോൾ അഡോറേഷൻ, കൺഫെഷൻ, താങ്ക്സ് ഗിവിങ് ആൻഡ് സപ്ലിക്കേഷൻ. അപ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം ആരാധിക്കുന്നവരായിരിക്കണം. പിന്നെ നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നന്ദി രേഖപ്പെടുത്തുന്നവരായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കുന്നവരായിരിക്കും. അല്ലാതെ ചുമ്മാ എനിക്ക് വേണേ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ല നമുക്ക് വേണ്ടി. കർത്താവിനെ ആരാധിക്കുന്ന ദൈവത്തെ മോട്ടിവേറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ഓട്ടം എങ്ങനെയാണ്? നമ്മുടെ ഓട്ടം എബ്രായർ 12:1-2 വായിക്കുന്നത്, വിശ്വാസം നായനും പൂർത്തിയായിട്ടുള്ള യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക, സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് അവനെ നോക്കി ഓടുക. അവൻ നമ്മുടെ ഭാവവും വിട്ട് ആ കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് വിശ്വാസം നായനും പൂർത്തിയായിട്ടുള്ള യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടാം. പിന്നെ മരണത്തിന് നീക്കുപോക്കുകളൊക്കെയും കർത്താവിനുള്ളതാണ്. നമ്മൾ ആ സങ്കീർത്തനം 68 വായിച്ചതുപോലെ നമ്മള് മരണനിലയിൽ താഴ്വരയിൽ കൂടെ കടന്നു പോകും. ഇപ്പൊ ഞാൻ തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു മരണനിഴൽ പോലെയായിരുന്നു. എന്തോ സംഭവിക്കുന്ന, അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്ന അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ ഒരു സ്റ്റേജിലാണ്. എന്തോ കിഡ്നി തട്ടിപ്പോകുമോ, ഹാർട്ട് തട്ടിപ്പോകുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന നേരമായി. അന്നേരം അതിൽ നിന്നെല്ലാം ദൈവം അത്ഭുതമായിട്ട് ഒരു ദൈവീയ സമാധാനം കൊണ്ട് എന്റെ ഹൃദയത്തിൽ നിറച്ചു എന്ന് മാത്രമേ പറയാൻ. അങ്ങനെ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു വിശ്വാസം, ഒരു സമാധാനം, ഒരു നദി ഇങ്ങനെ ഒഴുകുന്ന പോലെ ഒരു സമാധാനം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറച്ചതായിട്ട് എനിക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുപോലെ കർത്താവിനെ അതുകൊണ്ട് നമുക്ക് കൂടുതൽ നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട് നമ്മളെ വിളിച്ച് വിളിക്ക് നാം യോഗ്യരാണെന്ന് ശോധന ചെയ്തുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് ജീവിക്കാം. അടുത്തതായിട്ട് 4-ാമത്തെ കാര്യം മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. ഈ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. 1 തെസ്സലോനിക്കരും ലൂക്കോസിലും ഒക്കെ നമ്മളത് വായിക്കുന്നുണ്ട്. 1 തെസ്സലോനിക്കർ പറഞ്ഞു ഇടപെടാതെ പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് 5:14. ലൂക്കോസ് 18:1 പറയുന്ന മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടായിരിക്കണം. കർത്താവ് സകലവും നന്നായി ചെയ്യും. അവനെല്ലാം നന്നായിട്ട് ചെയ്യും. അതാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ യോസഫിനെ നോക്കിക്കഴിഞ്ഞാൽ യോസഫ് എത്ര വർഷം ജയിലിൽ കിടന്നു? 17 വർഷം ജയിലിൽ കിടന്നു അല്ലേ. ആദ്യം പോത്തിഫറിന്റെ വീട്ടിലായിരുന്നു, ആദ്യം കുണ്ടറയിലായിരുന്നു, കുഴിയിലായിരുന്നു. കുഴിയിൽ നിന്ന് പൊക്കിയെടുത്ത് പോത്തിഫറിന്റെ വീട്ടിൽ കൊണ്ടാക്കി. അവിടെ ഒരു സ്ത്രീ കിടന്ന് അവനെ ശല്യപ്പെടുത്തി. അവിടുന്ന് ഓടി അതിന് പിന്നെ പോയി ജയിലിൽ പോയി കിടന്നു. ജയിലിൽ എത്ര വർഷം കിടന്നു? 17 വർഷം കിടന്നു വായിക്കുന്നു. 17 വർഷക്കാലം കൊണ്ട് ജയിലിൽ കിടന്നു. പക്ഷെ അവിടുന്ന് ദൈവം അവനെ ഒരു പ്രധാനമന്ത്രിയായിട്ട് ഉയർത്താനായിട്ട് ദൈവം അവിടെ തീരുമാനം വെച്ചിരിക്കുക. അത് അവിടെ കിടന്നുകൊണ്ട് അവനെ ഉയർത്തിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ നമ്മൾ ദാവീദിനെ മരുഭൂമിയിൽ നിന്ന് രാജാവാക്കി പിന്നെ
നമ്മുടെ ജോസഫിനെ പ്രധാനമന്ത്രിയാക്കി. അങ്ങനെ ഓരോ അനുഭവങ്ങളിൽ കൂടെ ഓരോ ദൈവമക്കൾ കടന്നു പോകുന്നതായിട്ട് നമുക്ക് വചനത്തിൽ കൂടെ പഠിക്കാനായിട്ട് സാധിക്കും. ഫിലിപ്പിയർ 4:4-7 വരെ ആയിരുന്നു വായിച്ചത് നല്ലതാണ്. അത് നമ്മൾ എപ്പോഴും എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങളായിരുന്നാലും. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. അവിടെ നമ്മൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ചെറിയ യുവജനങ്ങൾക്ക് ആ വാക്യം ഒന്ന് നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അവിടെ അവർക്ക് അതിന്റെ വില മനസ്സിലാവുള്ളൂ. നമ്മുടെ യൂത്ത് ഗ്രൂപ്പിന് ഒരു വളരെ അവരെ ഒന്ന് പഠിപ്പിക്കേണ്ട ഒരു വാക്യമാണ്. എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ പറയുന്നത്. ഞാൻ ഒരു കൊച്ചിന് ഇതുപോലെ ഭയങ്കര ടെൻഷനായിരുന്നു. എപ്പോഴും അങ്ങ് വളരെ വറീഡായിരുന്നു. അന്നേരം ഞാൻ ഈ വാക്യം പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവളത് വളരെ സമാധാനത്തോടു കൂടെ അവളായതായിട്ട് ഞാൻ കണ്ടു. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു നമുക്കിപ്പോൾ അത്രയും നമുക്കറിയാം, ആ വാക്യം നല്ലപോലെ അറിയാം. പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ അല്ലേ നമ്മളെല്ലാവരും തന്നെ. ആ യുവതികൾക്കും യുവതികൾക്കും ഈ വാക്യം നമ്മൾ പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷന് നമ്മൾ വിചാരിക്കും, ഞാൻ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലായിരുന്നപ്പോൾ ദൈവത്തിന് ഞാൻ വന്നില്ല, എന്തോ ഒരു ഉദ്ദേശമുണ്ട് എന്നെക്കുറിച്ച്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സുഖം തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് അവിടെ ഒരു പയ്യൻ വന്നു. ഒരു ടീനേജ്, ഒരു 20 വയസ്സ് കാണും, അത്രേ ഉള്ളൂ. അവിടെ സ്കൂളിൽ അവിടുത്തെ കോഴ്സ് പഠിക്കുന്ന അവിടുത്തെ ഒരു റേഡിയേഷൻ അല്ല, ഡയാലിസിസ് കോഴ്സ് പഠിക്കുന്ന. അപ്പോൾ അവന് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ഈ പ്രാവശ്യം കിടന്നത് ജനറൽ വാർഡിലാണ്. ജനറൽ വാർഡിൽ ഒരു ദിവസം കിടന്നപ്പോൾ അവിടെ ഒരു പ്രശ്നവുമില്ല, നല്ല സുഖം. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെ കിടന്നാൽ മതി, കാരണം എനിക്ക് എല്ലാവരെയും കാണാമല്ലോ. ഞാൻ പ്രൈവറ്റ് വാർഡിൽ പോയി കിടന്നാൽ ഞാൻ മാത്രമേ കാണുള്ളൂ, അതുകൊണ്ട് എനിക്ക് പ്രൈവറ്റ് വാർഡ് വേണ്ട, ഇത് മതി. അതുകൊണ്ട് ഞാൻ ഒത്തിരി പേരെ കാണുക തന്നെയല്ല. അവരോട് ഞാൻ ട്രാക്റ്റും കൊണ്ടാണ് പോയത്. അവിടെ ചെന്നിട്ട് അവർക്ക് ട്രാക്റ്റും കൊടുത്തു, കുറച്ച് പേർക്ക് ട്രാക്റ്റും കൊടുത്തു, കുറേ പേരെ കണ്ടു. അവർക്കൊക്കെ ഒരു ആശ്വാസമായിട്ട് ഇരിക്കാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു എന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സമയം ട്രാക്റ്റും കൊടുത്തു, എല്ലാവരോടൊക്കെ സുവിശേഷം പറഞ്ഞു, എല്ലാവരോടൊക്കെ കർത്താവിലേക്ക് നയിച്ചൊക്കെ ജീവിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചു പോയി. ഇനി നമ്മൾ എപ്പോഴാണ് ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ. അതുകൊണ്ട് നമ്മൾ സമയം തർക്കത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഈ ഒരു വാക്യം എല്ലാവരും നൂറ്റിയുണ്ട്, എല്ലാവരും പിള്ളേരെയും കൊച്ചുമക്കളെയും അല്ലെങ്കിൽ നമ്മുടെ യൂത്ത് ഗ്രൂപ്പിനെയൊക്കെ പഠിപ്പിക്കുന്നത് അനുഗ്രഹമായി. ഈ വാക്യം ഏത്? ഫിലിപ്പിയർ 4:8 കർത്താവിൽ സന്തോഷിക്കുന്ന അനുഭവം. കർത്താവിൽ സന്തോഷിപ്പിൻ. എപ്പോഴും ഞാൻ അതിന് പിന്നെയും പറയുന്നു, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യർ അറിയട്ടെ. കാരണം എന്തുവാ? കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണ്ട, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ട. എന്നാൽ സകല വ്യക്തിയും കവിയും ദൈവസമാധാനം കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നുപോലെ ക്രിസ്തുയേശുവാക്കും. അങ്ങനെ നമ്മൾ ഒരു ദിവസം നാമോഹത്തിനായിട്ട് ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്തതായിട്ട് പറയുന്ന 5ാമത്തെ പോയിന്റ്, ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയില്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാത്ത ഒത്തിരി പ്രാർത്ഥനകൾ നമ്മൾ ബൈബിളിൽ തന്നെ പഠിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് പൗലോസിന്റെ പ്രാർത്ഥന. പൗലോസ് പ്രാർത്ഥിച്ചു, 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് ഉത്തരം ലഭിച്ചില്ല. കർത്താവിനെ പറഞ്ഞേ, എൻ്റെ കൃപ നിനക്ക് മതി, നിന്റെ ബലഹീനിൽ എൻ്റെ ശക്തി തികഞ്ഞു വരും. അപ്പം നമ്മളും ചിലപ്പോൾ ചില പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് വിചാരിച്ച് ഭാരപ്പെടണ്ട. കർത്താവിൻ്റെ കൃപ നമുക്ക് ലഭിക്കും അന്നേരം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പിന്നെ ഹന്നയുടെ പ്രാർത്ഥന. ഹന്ന എന്താ ചെയ്തേ? ഹന്ന ആരും അറിയാതെ ദൈവശല്യ ഹൃദയം പറഞ്ഞു. അവിടെ ചുണ്ടനങ്ങിയതല്ലാതെ വാവ് തുറന്നേ. അവൾ പക്ഷേ ദൈവശല്യം തീരുമാനം എടുത്ത് കടന്നുപോയി. പിന്നെ അവൾ വരുന്നത് എന്തുവാ? കുഞ്ഞിനെ കൊണ്ട് വന്നിട്ട് ഒരു വലിയൊരു യാഗം. നിങ്ങൾ ആ യാഗം എടുത്തൊന്ന് പഠിച്ചു നോക്കണം. എത്ര വലിയ യാഗം ചെയ്തെന്നറിയാം. യേശു കർത്താവിനെ യാഗം അർപ്പിക്കാൻ പോയപ്പോൾ 2 കുറുപ്രാവിനെയും 2 പ്രാവ് കുഞ്ഞിനെയും ഉണ്ടായിരുന്നത്. അതേസമയം ഹന്ന എന്തുമാത്രം കൊണ്ടുവന്നത്? ആടിനെയും മാടിനെയും ഒത്തിരി എണ്ണയും ഒത്തിരി മാവും എല്ലാം, ഞാൻ കൃത്യം ഓർക്കുന്നില്ല, എല്ലാം ഉണ്ട്. വലിയൊരു യാഗം അർപ്പിക്കാനാണ് ഹന്ന ആ മകനെയും കൊണ്ടുവന്നത്. അത്രയ്ക്ക് സന്തോഷമായിട്ട് കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ഹന്നയെ നമുക്ക് കാണാൻ സാധിക്കും.
ഹൃദയം പകർന്നു. ദൈവസന്നിധിയിൽ ഉത്തരം കേട്ടപ്പോ അവർക്ക് കിട്ടിയതെല്ലാം കൊടുത്തു. നമുക്ക് കിട്ടിയതെല്ലാം കൊടുക്കുന്ന അനുഭവമാണ് നമുക്ക് വേണ്ടി. കിട്ടിയതെല്ലാം കൊടുത്തു. എത്രയും വലിയൊരു യാഗം കൊണ്ടാണ് ഹന്ന വന്നത്. അപ്പോ അതുകൊണ്ട് നമുക്കത് നല്ലൊരു മാതൃകയാണ്. അടുത്തതായിട്ട് പറയുന്നത് സുറിയാക്കാരി. ഈ സുറിയാക്കാരി ആരാ? സുറിയാക്കാരിക്ക് എന്തൊരു അവകാശമുണ്ടോ കർത്താവിനെ കർത്താവെ എന്ന് വിളിക്കാൻ? ഒരവകാശമില്ല, ഒരവകാശമില്ല. കർത്താവെ എനിക്ക് ദാവീദ് പുത്രാന്ന് വിളിച്ചു. ദാവീദ് പുത്രാന്ന് വിളിക്കാനൊന്നും സുറിയാക്കാരിക്ക് ഒരു അവകാശമില്ല. കാരണം കർത്താവ് അന്ന് മരിച്ചിട്ടില്ല. അത് തന്നെയല്ല, അവരോട് പറഞ്ഞില്ലേ ആടുകളുടെ പറഞ്ഞു പറഞ്ഞു താഴെ വീഴുന്ന ഇച്ചിരി അപകർഷണം മതി എന്ന് പറഞ്ഞു. കർത്താവ് പറ്റിയ എന്റെ കുഞ്ഞിന് ഒറ്റ ഒരാഗ്രഹമുള്ളൂ, എന്റെ കുഞ്ഞിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രധാനപ്പെട്ട പറഞ്ഞ 5 കാര്യമാണ്. ആദ്യം വാക്യം വായിച്ചു കണ്ണുള്ളവയാകുന്നു. അത് കഴിഞ്ഞ് 2ാമത് വായിച്ചു നമ്മുടെ രക്ഷ ദൈവത്തിൽ നിന്നാണ്, നമ്മുടെ തെരഞ്ഞെടുപ്പ് ദൈവത്തിൽ നിന്നാണ്, നമ്മുടെ സൗഖ്യം ദൈവത്തിൽ നിന്നാണ്, സകലവും ദൈവത്തിൽ നിന്നാണ്. നമുക്ക് യാതൊരു കഴിവും എടുക്കൊന്നുമില്ല. അതിനെല്ലാം വാക്യങ്ങളുണ്ട് കേട്ടോ, നമുക്ക് വായിക്കാനിട്ടപ്പോൾ നേരമില്ല. അത് കഴിഞ്ഞ് അടുത്തത് തന്നെ അവനെ അന്വേഷിക്കുന്ന അനുഭവം നമുക്ക് വേണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് മുമ്പേ അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് നാം അറിയണം. നാം ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് നാം അറിയണം. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥന ദൈവം കേൾക്കുന്നെന്ന് അറിഞ്ഞ് പ്രാർത്ഥിക്കണം. പിന്നെ ദൈവ സകലവും നിയന്ത്രിക്കുന്നെന്ന് അറിഞ്ഞ് പ്രാർത്ഥിക്കണം. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ദൈവം വിടുവിക്കുന്നെന്ന് അറിഞ്ഞും ആരാധിക്കണം, മഹത്വപ്പെടുത്തണം. അതാണ് ഹന്നയുടെ ജീവിതത്തിൽ നോക്കുമ്പോൾ ഹന്ന ആദ്യം പ്രാർത്ഥിക്കുന്നവളായിരുന്നു, ഹൃദയം ദൈവസന്നിധിയിൽ പകരുന്നവൾ. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് അവള് ആരാധിക്കുന്നവളായിട്ട് മാറി. അതുപോലെ തന്നെ നമ്മൾ പുതിയ നിയമത്തിലാണെങ്കിലും എലിസബത്തിനെയും മറിയയും ഒക്കെ ആരാധിക്കുന്നവരായിട്ട് കാണും. അപ്പൊ നമുക്ക് ആരാധനയ്ക്ക് വലിയൊരു പങ്കുണ്ടെന്ന് നമ്മൾ ഓർക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ അടുത്ത് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണം. വിശ്വാസം പൂർത്തി യേശു ക്രിസ്തുവിനെ മാത്രം നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടസ്ഥിരതയോടെ ഓടും. പിന്നെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. പിന്നെ ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയില്ല. ഇതൊന്നും അറിഞ്ഞുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്ക് കർത്താവിന് ശബ്ദം കേൾക്കാം. എന്റെ കൃപ നിനക്ക് മതി, നിന്റെ ബലഹീനത എന്റെ ശക്തി തികഞ്ഞു വരുന്നു. അങ്ങനെ ഈ ചിന്തകളാൽ ദൈവം സഹായിക്കട്ടെ. ദൈവനാമം